എഡിജിപിക്കെതിരായ ഡിജിപിയുടെ റിപ്പോർട്ട് സർക്കാരിന് കൈമാറി. ആഭ്യന്തര സെക്രട്ടറിക്കാണ് റിപ്പോർട്ട് കൈമാറിയത്. എം.ആർ. അജിത് കുമാറിനെ മാറ്റുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കുന്ന കാര്യത്തിൽ റിപ്പോർട്ട് നിർണായകമാകും. വിവരങ്ങളുമായി പ്രജിത്ത് ചേരുന്നു. പ്രജിത്ത്, നമ്മൾ ഈ പറഞ്ഞതുപോലെ എഡിജിപിക്ക് നിർണായകമാണ് ഈ ഒരു സാഹചര്യം. ഈ റിപ്പോർട്ടിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ സൂചനകൾ കിട്ടുന്നുണ്ടോ? ലക്ഷ്മി, 3 ദിവസമായി ഈ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരായ DGPയും തിരുവനന്തപുരം സൗത്ത് റേഞ്ച് IG-യുമായിട്ടുള്ള സ്പർജൻ കുമാർ, തൃശൂർ റേഞ്ച് IG തോംസൺ ജോസ് ഇങ്ങനെയുള്ള 3 ഉദ്യോഗസ്ഥർ തുടർച്ചയായ 3 ദിവസം യോഗങ്ങൾ ചേർന്ന് ഒരുമിച്ചിരുന്നാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്. എല്ലാ ദിവസവും ഇന്ന് റിപ്പോർട്ട് കൊടുക്കും എന്നുള്ളൊരു രീതിയിലേക്കായിരുന്നു ചർച്ചകൾ പോലും പോയത്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ADGPക്ക് എതിരെയുള്ള DGP തല അന്വേഷണ സമിതിയുടെ ആദ്യ റിപ്പോർട്ട് അത് സർക്കാരിന് കൈമാറിയിരിക്കുന്നു. DGP ആഭ്യന്തര സെക്രട്ടറിക്കാണ് ഈ റിപ്പോർട്ട് അയച്ചിരിക്കുന്നത്. ഇനി ഇത് ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് കൈമാറും. ഇതോടൊപ്പം തന്നെ DGP മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ വിശദീകരിക്കാനും സാധ്യതയുണ്ട്. എന്തായാലും സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGPക്കെതിരെ സംസ്ഥാന DGP തന്നെ വലിയൊരു അന്വേഷണം നടത്തി. ഈ രീതിയിലുള്ള വലിയ ആരോപണങ്ങൾ വന്നു. അതിനുശേഷം കൈമാറുന്ന റിപ്പോർട്ട് എന്ന രീതിയിൽ വലിയ പ്രാധാന്യം ഇതിനുണ്ട്. എന്തായാലും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ADGPക്കെതിരെ നടപടി ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ CP അടക്കമുള്ള ഘടകകക്ഷികൾ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തുന്ന സാഹചര്യത്തിൽ എന്തായാലും നടപടികൾ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുവാനുള്ള സാധ്യത നിലനിൽക്കുന്നു. ഈ റിപ്പോർട്ടിലെ പരാമർശങ്ങളായി നേരത്തെ തന്നെ ജനം TV പുറത്തുവിട്ടത് ഒന്ന്, PV അൻവർ ഉന്നയിച്ച നിരവധി ആരോപണങ്ങൾ, പ്രത്യേകിച്ച് സ്വർണ്ണക്കടത്ത്, മാമി തിരോധാനം, പണം വാങ്ങി അന്വേഷണങ്ങൾ അട്ടിമറിക്കുന്നു തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളിൽ പ്രത്യേകിച്ച് തെളിവുകളൊന്നും DGP തല സമിതിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അൻവറിന് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചതിനപ്പുറത്തേക്ക്, മൊഴി കൊടുത്തതിനപ്പുറത്തേക്ക് കൃത്യമായ തെളിവുകളൊന്നും പോലീസിന് കൈമാറാൻ കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ ADGPക്കെതിരായ ഫോൺ ചോർത്തൽ ആരോപണത്തിലും കാര്യമായ ഒരു തെളിവും അൻവർ കൈമാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ആരോപണങ്ങളിൽ ഒരു നടപടിക്കുള്ള ശുപാർശകളൊന്നും ഇതിലില്ല എന്നുള്ളതാണ് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. എന്നാൽ തൃശൂർ പൂര വിവാദവുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ഈ പൂരം കലക്കലിന് ADGP കൂട്ടുനിന്നു എന്നുള്ള ആരോപണത്തിൽ അതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണങ്ങളിൽ ഈ പൂര ദിവസം ഉണ്ടായ സംഭവങ്ങളിൽ ADGPക്ക് വീഴ്ച പറ്റി എന്നുള്ളതാണ് DGPയുടെ കണ്ടെത്തൽ. അന്നേ ദിവസം തൃശൂർ മേഖലയിൽ ഉണ്ടായിരുന്ന ADGP തൃശൂർ പൂരം അലങ്കോലപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടും അതിൽ ഇടപെടാൻ മനസ്സ് കാണിച്ചാൽ അല്ലെങ്കിൽ ഇടപെട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വീഴ്ചയായി ചൂണ്ടിക്കാട്ടുന്നത്. കാരണം ക്രമസമാധാന ചുമതലയുള്ള ADGP-യാണ്. അപ്പോൾ ഈ സ്ഥലത്ത്, ഈ പ്രദേശത്ത് ഇത്തരം ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഈ രീതിയിൽ പോലീസും പൂരത്തിനെത്തിയ ഭക്തരും തമ്മിൽ ഒരു പ്രശ്നം കാര്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത ശോകന നേതൃത്വം ഈ പൂരം അലങ്കോലമാക്കുന്ന ഒരു സാഹചര്യത്തിൽ ADGP ഇടപെടുകയോ ഈ പൂര നടപടികൾ ഒരു ക്രമമായി നടന്നു പോകാനുള്ള യാതൊരു ക്രമീകരണങ്ങളോ ചെയ്തില്ല എന്നുള്ളതും ഈ റിപ്പോർട്ടിലെ കണ്ടെത്തലായിട്ടുണ്ട്. എന്തായാലും ഈ റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയിരിക്കുന്നു. ഇനി മുഖ്യമന്ത്രിയുടെ കോർട്ടിലാണ് എന്നുള്ളതാണ്. തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ മന്ത്രിസഭയിലും CPM-ലും CPI-ക്കുമെല്ലാം ഈ രീതിയിൽ ADGPക്ക് വീഴ്ചയുണ്ടായതായി കണ്ടെത്തിയതായി DGPയുടെ പരാമർശമുണ്ട്. ആ സമാനമായ റിപ്പോർട്ട് കിട്ടുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നത്. പക്ഷേ സാങ്കേതിക നടപടിക്രമങ്ങളുടെ പേരിൽ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം മാത്രമേ നടപടി എടുക്കാൻ കഴിയൂ എന്നുള്ളൊരു നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചിരുന്നു. അതും തുടർച്ചയായി CP അടക്കമുള്ള ഘടകകക്ഷികൾ പരസ്യ വിമർശനം അടക്കം നടത്തിയപ്പോഴാണ് ഈ റിപ്പോർട്ട് വന്നിട്ട് മാത്രമേ നടപടി ഉണ്ടാകൂ എന്നുള്ള രീതിയിലേക്ക് മുഖ്യമന്ത്രി പോയത്. അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. പ്രത്യേകിച്ച് CPM സംസ്ഥാന സമിതിയുടെ അടക്കം പോലും അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങളും ചോദ്യങ്ങളും ഉയർന്ന സാഹചര്യത്തിൽ പോലും റിപ്പോർട്ട് കിട്ടട്ടെ എന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചു. അങ്ങനെ സ്വന്തം പാർട്ടിയിൽ നിന്ന് കൂടി വിമർശനങ്ങൾ ശക്തമാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് വളരെ തിടുക്കപ്പെട്ട് പോലീസിനോട് ഈ റിപ്പോർട്ട് അന്തിമരൂപം ഉടൻ സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത്. എന്തായാലും കഴിഞ്ഞ 3 ദിവസമായി ഉദ്യോഗസ്ഥർ രാപ്പകൽ ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്ന ജോലിയിൽ തന്നെയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അവരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉദ്യോഗസ്ഥരെ സമീപിക്കുന്ന സമയത്ത് അവർ രാവിലെ തൊട്ട് രാത്രി വരെയൊക്കെ മീറ്റിങ്ങുകൾ ചേരുന്നു, യോഗങ്ങൾ ചേരുന്നു, റിപ്പോർട്ടിന്റെ പ്രാഥമിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നു, അതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ ക്രോഡീകരിക്കുന്നു തുടങ്ങിയിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. എന്തായാലും റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. പൂര വിവാദവുമായി ബന്ധപ്പെട്ട ADGPക്ക് വീഴ്ചയുണ്ടായി എന്നുള്ളതാണ് കണ്ടെത്തൽ. ആ വീഴ്ചയിൽ നടപടിയെടുക്കാൻ CP ആവശ്യപ്പെട്ടതുപോലെ ഒരു നടപടിയെടുക്കാൻ സർക്കാർ നിർബന്ധിതമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ, ഇന്നാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്, ഒരു പക്ഷേ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ആയി ഇതിലൊരു നടപടിക്രമങ്ങൾ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നു. CPI പറഞ്ഞിരിക്കുന്നത് തിങ്കളാഴ്ചയ്ക്കുള്ളിൽ നടപടി വേണമെന്നുള്ളതാണ്. നേരത്തെ തന്നെ CPI ആവശ്യപ്പെട്ടത്. പിന്നീട് CPI സംസ്ഥാന സമിതി യോഗത്തിനടക്കം ആ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ വന്ന സാഹചര്യം നമ്മൾ കണ്ടു. എന്തായാലും റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. അതിൽ മുഹൂർത്തം കുറിച്ചിട്ടില്ലെന്ന് പറഞ്ഞെങ്കിൽ പോലും ADGPക്ക് ഈ സാഹചര്യം നിർണായകമാണ്. പ്രജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.